അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 4-ാം ക്ലാസ്സിൻ്റെ അഖീദ എന്ന വിഷയത്തിൽ മുൻ വർഷങ്ങളിൽ വന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ഒന്നാമത്തത് നോക്കാം. യോജിച്ചവ ചേർക്കാം. അപ്പോൾ താഴെ 7ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത് ആ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത്, തള്ളപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തള്ളപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ എന്തോ ഒരു വാക്ക്, എന്തോ ഒരു കാര്യം ആ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെടുത്ത് എഴുതാനാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ബോക്സിലുള്ളതൊന്ന് വായിച്ചു നോക്കാം. ദഅവത്ത്, രണ്ടാമത്തത് മുർസലുകൾ, മൂന്നാമത്തത് അഹ്ലുസുന്നത്തി വൽ ജമാഅ, അടുത്തത് ബിദ്അത്തുൻ വലാല, അടുത്തത് ബിദ്അത്തുൻ ഹസന, അടുത്തത് 2 പ്രാവശ്യം, അടുത്തത് സുന്നത്താണ്. അപ്പോൾ ഒന്നാമത്തത് തള്ളപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ബിദ്അത്തുൻ വലാല. അപ്പോൾ അവിടെ എന്തെഴുതി കൊടുക്കുക? ബിദ്അത്തുൻ വലാല എന്നെഴുതി കൊടുക്കുക. രണ്ടാമത്തത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ പല കാര്യങ്ങളും വിശദീകരിച്ചത്. അപ്പം അതിനോട് യോജിച്ചത് ഏതാണ്? സുന്നത്താണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ സുന്നത്താണ് എന്നുള്ളത് എടുത്തെഴുതുക. ഇനി മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയും സ്വഹാബത്തിൻ്റെ മാതൃകയും പിൻപറ്റിയവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. അപ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്നുള്ളത് അവിടെ എന്താക്കുക? എഴുതി കൊടുക്കുക. നാലാമത്തത് വിളിക്കൽ എന്നാണ് അർത്ഥം. അപ്പം വിളിക്കൽ എന്ന് അർത്ഥമുള്ള ഒരു വാചകം അവിടെയുണ്ട്. അതേതാണ്? ദഅവത്ത് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ദഅവത്ത് എന്ന് എഴുതുക. അഞ്ചാമത്തത് വിശ്വാസ വഞ്ചന നടത്തിയിട്ടില്ല. ആരാണ്? മുർസലുകൾ. അപ്പോൾ മുർസലുകളാണ് വിശ്വാസ വഞ്ചന നടത്തിയിട്ടില്ല എന്നതിനോട് യോജിച്ചത്. ഇനി ആറാമത്തത്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ യഥാർത്ഥ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു 2 പ്രാവശ്യം. അപ്പോൾ അവിടെ എഴുതി കൊടുക്കാനുള്ളത് 2 പ്രാവശ്യം എന്നുള്ളതാണ്. ഇനി അടുത്തത് അവസാനത്തത്, വിശുദ്ധ ഖുർആൻ മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിച്ചത് ബിദ്അത്തുൽ ഹസന എന്നുള്ളതാണ്. ബിദ്അത്തുൻ ഹസന. ഇനി രണ്ടാമത്തെ ഭാഗം നോക്കാം. വ്യക്തമാക്കാം. ഒന്ന്, സ്വർഗവാസികൾക്ക് ഇല്ലാത്തവ. സ്വർഗവാസികൾക്ക് ഇല്ലാത്തവ ഏതൊക്കെയാണ്? രോഗം, വാർദ്ധക്യം, മരണം മുതലായവയൊന്നും ഉണ്ടാവുകയില്ല. ഇനി രണ്ടാമത്തെ ചോദ്യം, സ്വർഗത്തിൻ്റെ വിശാലത. ഉത്തരം, ആകാശവും ഭൂമിയും കൂടി ചേർന്നാലുണ്ടാകുന്ന വിസ്തൃതി. അപ്പോൾ ആകാശവും ഭൂമിയും കൂടി ചേർന്നാലുണ്ടാകുന്ന വിസ്തൃതിയാണ് സ്വർഗത്തിൻ്റെ വിശാലത. ഇനി മൂന്നാമത്തത്, എന്നാണ് ഈ ലോകം നശിക്കുക? അപ്പം അതിൻ്റെ ഉത്തരമാണ് ഇസ്രാഫിൽ അലൈഹിസ്സലാം ഒന്നാമതായി സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണ് എന്ത് നശിക്കുക? ലോകം നശിക്കുക. ഇനി നാലാമത്തത് ബർസഖ്. ബർസഖ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ്. മരണം മുതൽ പുനർജന്മം വരെയുള്ള ലോകമാണ് ബർസഖ്. ഇനി 5, സുന്നത്തിൻ്റെ ഭാഷാർത്ഥം. സുന്നത്തിൻ്റെ ഭാഷാർത്ഥം എന്താണ്? ചര്യ, മാർഗം, നടപടിക്രമം. ഇതൊക്കെയാണ് സുന്നത്തിൻ്റെ ഭാഷാർത്ഥം. ചര്യ, മാർഗം, നടപടിക്രമം. ഇനി അടുത്തത് നോക്കാം. മൂന്നാമത്തെ ഭാഗമാണ് 2 വീതം എഴുതാം. അപ്പോൾ താഴെ 3ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനോടും യോജിച്ചത്, ഓരോന്നിൻ്റെയും 2 വീതം മാത്രം എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തത് അന്ത്യനാളിൻ്റെ അടയാളങ്ങൾ. അപ്പോൾ അന്ത്യനാളിൻ്റെ അടയാളങ്ങളായിട്ട് നമ്മൾ കുറേ പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? അറിവില്ലായ്മ വർദ്ധിക്കുക, കൊല, മദ്യപാനം തുടങ്ങിയവ അധികരിക്കുക, സ്ത്രീകൾ വർദ്ധിക്കുകയും പുരുഷന്മാർ കുറയുകയും ചെയ്യുക, പിന്നെ അനർഹരായ ആളുകൾ കൈകാര്യകർത്താക്കളാവുക, പിന്നെ ധിക്കാരികളും തെമ്മാടികളുമായ ആളുകൾ നേതാക്കളാവുക, മാതാവിനെ വെറുപ്പിക്കുക,
പിതാവിനെ അകറ്റുകയും സ്നേഹിതന്മാരെ അടുപ്പിക്കുകയും ചെയ്യുക, പള്ളിയിൽ അനാവശ്യ ശബ്ദങ്ങൾ ഉയരുക, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയല്ലാതെ അറിവ് മുൻഗാമികളെ ശപിക്കുക. അപ്പോൾ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയല്ലാതെ അറിവ് പഠിക്കുക, അല്ലേ? പിന്നെയോ പിൻഗാമികൾ മുൻഗാമികളെ എന്ത് ചെയ്യുക? ശപിക്കുക. ഇതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളങ്ങളായിട്ടാണ്, അന്ത്യനാളിൻ്റെ അടയാളങ്ങളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊക്കെ എന്താക്കുക? ഇതിൽ നിന്നും ഏതെങ്കിലും 2 എണ്ണം വീതം മാത്രം എഴുതുക. ഇനി രണ്ടാമത്തെ ചോദ്യം, ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങൾ. അപ്പോൾ ഖിയാമത്ത് നാളിൻ്റെ തൊട്ടടുത്ത അടയാളങ്ങളാണ് ഏതൊക്കെ? ഒന്ന്, ഇമാം മഹദി വരൽ, ദജ്ജാൽ പുറപ്പെടൽ, ഈസാ നബി അലൈഹി സ്വലാം ആകാശത്തു നിന്നും ഇറങ്ങി വരൽ, നാലാമത്തത് ഈസാ നബി ദജ്ജാലിനെ കൊല്ലൽ, 5 യഅ്ജൂജ് മഅ്ജൂജ് പുറപ്പെടൽ, 6 ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം പുറപ്പെടൽ, 7 സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കൽ, 8 അതിഭയാനകമായ ഒരു തീ പുറപ്പെടൽ, 9 പരിശുദ്ധ കഅബ പൊളിക്കപ്പെടൽ, 10 ഖുർആൻ ഉയർത്തപ്പെടൽ. അപ്പോൾ ഇതിലേതെങ്കിലും 2 എണ്ണം മാത്രം അവിടെ എഴുതി കൊടുക്കുക. ഇനി മൂന്നാമത്തത് ദഅവത്തിൻ്റെ 2 ഇനങ്ങൾ. അപ്പോൾ അത് രണ്ടും അവിടെ എഴുതി കൊടുക്കുക. ഏതൊക്കെയാണ്? അവിശ്വാസികളിലേക്ക് സത്യമതത്തിൻ്റെ സന്ദേശം എത്തിക്കുക, രണ്ടാമത്തത് വിശ്വാസികളെ സത്യപാതയിലേക്ക് വിളിക്കുകയും അവർക്ക് ഉത്ബോധനം നൽകുകയും ചെയ്യുക. ഇനി നാലാമത്തെ ഭാഗം ഉത്തരം എഴുതാം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം നോക്കാം. നരക ശിക്ഷ അനുഭവിക്കുന്ന മുഅ്മിനുകൾക്ക് ശിപാർശ ചെയ്യും ആരെല്ലാം? നമ്മുടെ നബിയും മറ്റു നബിമാരും സ്വാലിഹീങ്ങളും. രണ്ടാമത്തെ ചോദ്യം, ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിൻ്റെ ഉത്തരം, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവിശ്വാസികളെയും വഴി തെറ്റിപ്പോയവരെയും ക്ഷണിക്കലാണ് ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി മൂന്നാമത്തത്, ഈ ദുനിയാവും അതിലെ സർവ വസ്തുക്കളും ലഭിക്കുന്നതിലേറെ ഉത്തമമാണ് ഏത്? നിങ്ങൾ കാരണം ഒരാൾക്ക് അള്ളാഹു സന്മാർഗം നൽകിയാൽ. അപ്പം നിങ്ങൾ കാരണം ഒരാൾക്ക് അള്ളാഹു തആല സന്മാർഗം നൽകിയാൽ ഈ ദുനിയാവും അതിലെ സർവ വസ്തുക്കളെയും ലഭിക്കുന്നതിനേക്കാളേറെ ഉത്തമമാണ്. ഇനി അഞ്ചാമത്തെ ഭാഗം നോക്കാം, പൂർത്തിയാക്കാം. അപ്പോൾ താഴെ 5ഓളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പൂർത്തിയാക്കി എഴുതാനാണ്. ഒന്നാമത്തത്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അപ്പോൾ അവിടെ ഫഹുവ റദ്ദുൻ എന്നുള്ളതാണ്. രണ്ടാമത്തത്, അള്ളാഹു ഒഴികെ എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ്. അപ്പോൾ അവിടെ നശിക്കുന്നതാണ് എന്നാണ് എഴുതാനുള്ളത്. അള്ളാഹു ഒഴികെ എല്ലാ വസ്തുക്കളും നശിക്കുന്നതാണ്. ഇനി മൂന്നാമത്തത്, അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ. അൻതഖനല്ലാഹുല്ലദീ അൻതഖ കുല്ല ഷൈഇൻ എന്നാണ് അവിടെ എഴുതാനുള്ളത്. ഇനി നാലാമത്തത്, ഹൗദുൽ കൗസറിൽ നിന്ന് കുടിച്ചവർക്ക് ഒരിക്കലും ദാഹം ഉണ്ടാവുകയില്ല. അപ്പോൾ അവിടെ എഴുതാനുള്ളത് ഏതാണ്? ദാഹം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തത്, ജനങ്ങൾക്കായി അള്ളാഹു പരലോകത്തിൽ ഒരുക്കി വെച്ചതാണ് നരകം. അപ്പോൾ അവിടെ നരകം എന്ന് എഴുതി കൊടുക്കുക. ദുആ വസിയത്തോടെ നിർത്തുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.